വൈപ്പർ എല്ലാം തന്നെ പോയി. ഇനി മൊട്ട റാൻഡിയുടെ കാലമാണ്. അതേ ഗൈസ്, ദ ബോൾഡ് റാൻഡി ഓർട്ടൺ ഈസ് ബാക്ക് ഇൻ WWE. 2026 എലിമിനേഷൻ ചാമ്പർ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം റാൻഡി ഓർട്ടൺ ആയിരുന്നു. അതും ഏറ്റവും അവസാനം ഒരു ഹീൽ ക്യാരക്ടർ ആവുന്നതിന്റെ ടീസ് ചെയ്തുകൊണ്ടായിരുന്നു റാൻഡി ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി റസൽമേനിയ പൊളിക്കും. റസൽമേനിയയുടെ ടിക്കറ്റ് സെയിൽസ് കുറഞ്ഞെന്ന് പറഞ്ഞവന്മാർക്ക് എല്ലാവർക്കുമുള്ള നല്ല കിഡിലൻ അടി തന്നെയായിരിക്കും റാൻഡിയുടെ കയ്യിൽ നിന്നും കിട്ടാൻ വേണ്ടി പോകുന്നത്. റാൻഡി ഓർട്ടന്റെ ഈ ഒരു ടേൺ മാത്രമല്ല, സെത്ത് റോളിൻസും WWE തിരിച്ചു വന്നിരിക്കുകയാണ്. എലിമിനേഷൻ ചാമ്പറിൽ സെത്ത് റോളിൻസിന്റെ സർപ്രൈസ് എൻട്രി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കിഡിലൻ മാച്ച് തന്നെയായിരുന്നു CM പങ്കും ഫിൻ ബാലറും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. CM പങ്കിന്റെ വായിൽ നിന്ന് രക്തം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലുള്ള മത്സരമായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. ഫിൻ ബാലർ അങ്ങനെ ഫേസ് ക്യാരക്ടറായി മാറിയിരിക്കുന്നു. പിന്നെ ആ ഒരു സർപ്രൈസ് ബോക്സ് 2-3 ആഴ്ച ടീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സർപ്രൈസ് ബോക്സിനകത്ത് എന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ആദ്യം തന്നെ നമുക്ക് സർപ്രൈസ് ബോക്സിന്റെ കാര്യം നോക്കാം. എലിമിനേഷൻ ചാമ്പർ മാച്ചിന് തൊട്ട് മുൻപേ ആയിരുന്നു സർപ്രൈസ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നു ക്രിസ് ജെറിക്കോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വരും എന്നുള്ളത് വിചാരിച്ചിട്ട്. എന്നാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഡാൻ ഹൗസൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന AEWയിലെ ഒരു റെസ്ലർ ആയിരുന്നു. നോബഡി കെയർസ്. ആർക്കും അറിയണ്ട ഈ ഒരു റെസ്ലർ വരുന്നതിന് ഇത്രയും സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ട് ആരും കെയർ ചെയ്യുന്നില്ല. എന്തിന്, എന്ത് കാര്യത്തിന്? ഏതെങ്കിലും ഒരു മാച്ചിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കയറ്റുകയാണെങ്കിൽ അത് പിന്നെയും കാര്യമുണ്ടായിരുന്നു. ഇത് ഇത്രയും സർപ്രൈസ് കൊണ്ടുവന്ന് എല്ലാവരും ഹൈപ്പിൽ കയറ്റിയിട്ട് ഈ ഡാൻ ഹൗസൻ വന്നു കഴിഞ്ഞ് എല്ലാവരുടെയും ഹൈപ്പ് അതുപോലെ തന്നെ കുറഞ്ഞതായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ക്രിസ് ജെറിക്കോയെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഫാൻസിന്റെ മുൻപിലേക്ക് ഡാൻ ഹൗസനെ കിട്ടിയപ്പോൾ ഫാൻസ് മുഴുവൻ ഡാൻ ഹൗസനെ ബൂ ചെയ്യുകയായിരുന്നു, കൂവി വിളിക്കുകയായിരുന്നു. ഇനി മേലാൽ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യരുത് എന്നുള്ള WWEക്കുള്ള താക്കീത് തന്നെയായിരുന്നു ഫാൻസിന്റെ കയ്യിൽ നിന്നും അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല മൂഞ്ചിയ മിസ്റ്ററി ബോക്സ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി മേലാൽ WWE ഇതുപോലെയുള്ള മിസ്റ്ററി ബോക്സുകളൊന്നുമായിട്ട് എത്താതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മുടെ CM പങ്ക് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിലെ നമ്മുടെ പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ മാച്ചിൽ വന്ന് ഇന്റർഫിയർ ചെയ്യുകയും ആ ഡൊമിനിക് മിസ്റ്റീരിയോയെ ഫിൻ ബാലർ ഇന്റർഫിയർ ചെയ്യരുത് എന്ന് പറയുകയും അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് ഉണ്ടാവുകയും ആ ഒരു ഫ്യൂഡ് ഇവരുടെ റെസ്ൽമേനിയ മാച്ചിലേക്ക് എത്തുകയും ചെയ്യുന്നത് തന്നെയായിരുന്നു. ഫിൻ ബാലറിന്റെ ഒരു ഫേസ് ടേൺ തന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മാച്ചിൽ അങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ ആ ഒരു മാച്ചിലേക്ക് ഇന്റർഫിയർ ചെയ്ത് വന്നിട്ടേ ഇല്ല. പക്ഷേ CM പങ്കിന്റെയും ഫിൻ ബാലറിന്റെയും ഒരു ഘടാഘടിയൻ പെർഫോമൻസിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കട്ടക്കി നിന്നുകൊണ്ട് ഫിൻ ബാലറിന്റെ പഴയ കാലത്തെ പെർഫോമൻസ് എല്ലാം തന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 വർഷക്കാലങ്ങൾക്ക് മുമ്പേ ഫിൻ ബാലർ എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. CM പങ്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. CM പങ്ക് ആരുടെ കൂടെ മത്സരിച്ചാലും ആ ഒരു മാച്ച് കിഡിലൻ മാച്ചാക്കാൻ വേണ്ടി അദ്ദേഹം 100% ആ ഒരു മാച്ചിന് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും CM പങ്ക് ഒരു ഗോ ടു സ്ലീപ്പ് കൊടുക്കുകയുണ്ടായി. ഗോ ടു സ്ലീപ്പ് കൊടുത്തപ്പോഴേക്കും ഫിൻ ബാലർ റിംഗ് സൈഡിലേക്ക് വീണു. ആ റിംഗ് സൈഡിൽ വെച്ച് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയുണ്ടായി. ഫിൻ ബാലർ ബാരിക്കേഡിന്റെ മുകളിലേക്ക് പങ്കിനെയും കൊണ്ട് ഒരു ഡ്രോപ്പ് കിക്ക്, അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഷോട്ട് ഗൺ ഡ്രോപ്പ് കിക്ക് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു പെഡസ്റ്റൽ എല്ലാം തന്നെ നോക്കി നിൽക്കുന്ന ഫിൻ ബാലർ നമ്മൾ കണ്ടു. അതും കഴിഞ്ഞ് റിംഗിലേക്ക് എത്തി ഒരു സ്ലിംഗ് ബ്ലേഡ് കൊടുത്തു, എന്നിട്ടൊരു ഡ്രോപ്പ് കിക്ക് കൊടുത്തു. ഏറ്റവും അവസാനം ബാലർ ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് അദ്ദേഹത്തിന് ഫിനിഷർ ആയിട്ടുള്ള കൂപ്പ് ഡെ ഗ്രാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ആ ഒരു കൂപ്പ് ഡെ ഗ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് ചാടിയപ്പോൾ തന്നെ CM പങ്ക് അദ്ദേഹത്തിന്റെ കാല് വെച്ച് അത് തടയുകയുണ്ടായി. എന്നിട്ട് ഇതൊരു ഷാർപ്പ് ഷൂട്ടറായിട്ട് മാറ്റുകയുണ്ടായി. ഫാൻസും മുഴുവൻ ദിസ് ഈസ് ഓസം എന്ന് പറഞ്ഞിട്ടുള്ള ചാൻഡുകളായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്രയും കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും നന്നായിട്ട് കാഴ്ചവെച്ചത്. പക്ഷേ ഷാർപ്പ് ഷൂട്ടറിലൂടെയും ഫിൻ ബാലറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഫിൻ ബാലർ അപ്പോൾ തന്നെ റോപ്പിൽ പിടിക്കുകയുണ്ടായി. CM പങ്ക് ബാലറിന്റെ ഫേസിൽ ഒരുപാട് ചവിട്ടുകയുണ്ടായി. എന്നിട്ട് ഒരു തവണ കൂടി എടുത്തു GTS, യെസ്, ഗോ ടു സ്ലീപ്പ് കൊടുത്തു. 1 2 3 CM പങ്ക് ഈസ് ദ വിന്നർ. അങ്ങനെ റെസ്ൽമേനിയ 42 CM പങ്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മാച്ച് അവിടെ കൺഫേം ആയിരിക്കുന്നു. അടുത്ത റോ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരുടെയും ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതും WWE അനൗൺസ് ചെയ്യുകയുണ്ടായി. അടുത്തതാണ് നമ്മൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ആ ഒരു മാച്ച്, മെൻസ് എലിമിനേഷൻ ചാമ്പർ മാച്ച്. ട്രിക് വില്യംസ്, LA നൈറ്റ്, ലോഗൻ പോൾ, റാൻഡി ഓർട്ടൺ, ജീവോൺ എവാൻസ്, കോഡി റോഡ്സ് എന്നിവർ 6 പേരാണ് ഈ ഒരു എലിമിനേഷൻ ചാമ്പറിൽ
മത്സരിക്കുന്നത്. ബാക്കിയുള്ള 4 പേരും പോഡിനകത്തും കോഡി റോഡ്സും ജീവോൺ എവാൻസും കൂടിയായിരുന്നു ആ ഒരു മാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 പേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുകയുണ്ടായി. എന്നാൽ ജീവോൺ എവാൻസ് ആയിരുന്നു കോഡിയേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തതെന്നാണ് എനിക്ക് ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ട്രിക് വില്യംസ് അവിടേക്ക് എൻ്റർ ചെയ്യുകയുണ്ടായി. ട്രിക് വില്യംസും ജീവോൺ എവാൻസും കൂടി കോഡി റോഡ്സിനെ എടുത്ത് പഞ്ഞു കിടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടന്നു. കോഡിയുടെ പെർഫോമൻസ് ഇപ്പോൾ കുറച്ച് ലോ ആയതുപോലെ ഈ ഒരു എലിമിനേഷൻ ചേമ്പറിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഗൻ പോൾ ആയിരുന്നു. പക്ഷേ ലോഗൻ പോൾ വന്ന ഉടനെ തന്നെ കോഡി റോഡ്സ്, ട്രിക് വില്യംസ്, ജീവോൺ എവാൻസ് 3 പേരും കൂടി ലോഗൻ പോളിനെ അടിച്ചൊരു സൈഡ് ആക്കുകയുണ്ടായി. പിന്നീട് എല്ലനൈറ്റ് അവിടേക്ക് വന്നു. ഫാൻസ് മുഴുവൻ എല്ലനെ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടായിരുന്നു അവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ബോർഡിന്റെ മുകളിലേക്കെല്ലാം തന്നെ കയറുകയുണ്ടായി. അതിന്റെ മുകളിൽ നിന്നും ലോഗൻ പോളിനെ എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. എല്ലനൈറ്റ് ജീവോൺ എവാൻസിനെ അദ്ദേഹത്തിന്റെ ഫിനിഷർ ആ ഒരു പോഡിയത്തിന്റെ മുകളിൽ വെച്ച് ചെയ്യുകയുണ്ടായി. അടുത്തതായിട്ട് വൈപ്പർ റിംഗിലേക്ക് എത്തുകയുണ്ടായി. വൈപ്പർ വന്നുകൊണ്ട് എല്ലാവരെയും അദ്ദേഹത്തിന്റെ പവർ സ്ലാമുകളും ഡബിൾ ഡ്രേപ്പിംഗ് DDTയും ചെയ്യുകയുണ്ടായി. ഫാൻസ് മുഴുവൻ RKO എന്നുള്ളത് ചാൻഡ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ആദ്യം തന്നെ RKO ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ എലിമിനേഷനിലേക്ക് എത്തി. ജീവോൺ എവാൻസ് ഈസ് എലിമിനേറ്റഡ്. ലോഗൻ പോൾ ആയിരുന്നു അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് എല്ലനൈറ്റിനെയും ലോഗൻ പോൾ എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതൊരു ലോ ബ്ലോ കൊടുത്തുകൊണ്ട് റോളപ്പ് പിന്നിലൂടെയായിരുന്നു എലിമിനേറ്റ് ചെയ്തത്. ലോഗൻ പോൾ എലിമിനേറ്റ് ചെയ്യുന്ന ഓരോ മൊമെന്റിലും പോൾ ഹേമൻ പുറത്തു നിന്നുകൊണ്ടും എൻ്റെ മോൻ ലോഗൻ പോളാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലെല്ലാം തന്നെ അവിടുന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ട്രിക് വില്യംസിനെ കോഡി റോഡ്സ് അദ്ദേഹത്തിന്റെ ക്രോസ് റോഡ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കോഡിയെ എടുത്ത് ഒരു മൂലയിലേക്ക് ഇട്ട് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആ ഒരു മൊമെന്റ് തൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഗൻ പോൾ ട്രിക് വില്യംസിനെ പിൻ ചെയ്തു. അങ്ങനെ 3 പേരെയും എലിമിനേറ്റ് ചെയ്ത് ലോഗൻ പോൾ തന്നെയാണ് ദ ഹയസ്റ്റ് മാൻ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ 3 പേർ പോയി. ഇനി റിംഗിലുള്ളത് ആകെ 3 പേർ. 1 ലോഗൻ പോൾ, 2 കോഡി റോഡ്സ് ആൻഡ് 3 റാൻഡി ഓർട്ടൺ. എന്തായാലും കോഡിയും റാൻഡിയും കൂടി ലോഗൻ പോളിന്റെ അടുത്ത് പഞ്ഞിക്കിടുമെന്നുള്ളത് ഉറപ്പായി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു ട്വിസ്റ്റ്. അതെ, മാസ്കഡ് മാൻ വീണ്ടും ചാമ്പറിന്റെ അകത്തേക്ക് കയറി വരാൻ വേണ്ടി പോകുന്നു. മാസ്കഡ് മാൻ ചാമ്പറിന്റെ മുകളിലേക്ക് പിടിച്ചു കയറുന്ന സമയത്ത് സെക്യൂരിറ്റികളെല്ലാം തന്നെ വന്നുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് താഴേക്കിടുന്നു. എന്നിട്ട് പുറത്തുപോയി കൊണ്ടുപോകുന്നു. ആദം പിയേഴ്സ് വന്നുകൊണ്ട് ആരാടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മാസ്ക് അഴിക്കുന്നു. വീണ്ടും അതാ ഏതോ ഒരു വ്യക്തി. കഴിഞ്ഞ സ്മാക്ഡൗണിലും ഇതുപോലെ തന്നെ ഒരു മാസ്കഡ് മാനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഏതോ ഒരു റെസ്ലർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആർക്കും തന്നെ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സെഗ്മെന്റും കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതാ വീണ്ടും ഒരു മാസ്കഡ് മാൻ റിങ്ങിനകത്തേക്ക് ആ ഒരു എലിമിനേഷൻ ചാമ്പറിനകത്തേക്ക് കയറുന്നു. കയറി കഴിഞ്ഞതിന് ശേഷം ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ സ്റ്റോംപ് ചെയ്യുന്നു. ആ ഒരു സ്റ്റോംപ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ കോഡി റോഡ്സ് ലോഗൻ പോളിനെ പിൻ ചെയ്യുന്നു. അങ്ങനെ ലോഗൻ പോൾ എലിമിനേറ്റ് ആകുന്നു. കോഡി ആ മാസ്കഡ് മാന്റെ മുഖത്തേക്ക് നോക്കുന്നു. അത് ആ മാസ്കഡ് മാൻ മാസ്ക് അഴിക്കുന്നു. മറ്റാരുമല്ല, സെത്ത് ഫ്രീക്കിംഗ് റോളിങ്സ്. അതെ, സെത്ത് റോളിങ്സിന്റെ കഥയായിരുന്നു ഇപ്പോൾ ഇത്രയും കാലം നടന്നിട്ടുണ്ടായിരുന്ന മാസ്കഡ് മാന്റെ കഥ. അതുകൊണ്ട് റെസിൽമേനിയ 42 സെത്ത് റോളിങ്സ് വിൽ ബി ദേർ. സെത്ത് റോളിങ്സ് അങ്ങനെ ഫാൻസിന്റെ ഇടയിലൂടെ പുറത്തേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഏറ്റവും അവസാനം കോഡി റോഡ്സും റാൻഡി ഓർട്ടണും മാത്രം റിംഗിൽ നിൽക്കുന്നു. പക്ഷെ അപ്പോൾ അടുത്ത വ്യക്തി വരികയുണ്ടായി, ഡ്രൂ മാക്കിൻടയർ. മാക്കിൻടയർ വന്നുകൊണ്ട് തന്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഉപയോഗിച്ച് കോഡി റോഡ്സിന്റെ മോന്തക്കിട്ടടിച്ചു. കോഡി തിരിച്ചടിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അവർ തമ്മിൽ അവിടെ ഒരു ബ്രോൾ ഉണ്ടാവുകയുണ്ടായി. പക്ഷെ രക്ഷിക്കാൻ വേണ്ടി റാൻഡി എത്തി. റാൻഡിയുടെ വക RKO ടു ഡ്രൂ മാക്കിൻടയർ. അത് കഴിഞ്ഞ് മാക്കിൻടയർ ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും അത് കോഡി റോഡ്സിന്റെ വക ക്രോസ് റോഡ്സ് to Drew McIntyre. പക്ഷേ The Viper strikes RKO to Cody Rhodes. കോഡി റോഡ്സിനിട്ട് ഒരു കിഡിലൻ കിണ്ണം കാച്ചി RKO കൊടുക്കുകയുണ്ടായി. ആ ഒരു സ്പോട്ടിൽ തന്നെ റാൻഡി പിൻ ചെയ്യുകയുണ്ടായി. 1, 2, 3 and Randy Orton is the winner. റെസിൽമേനിയ 42 മെയിൻ ഇവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡി പോവുകയാണ് സുഹൃത്തുക്കളെ. എത്രയോ വർഷമായി റാൻഡി ഓർട്ടൺ ഒരു മാച്ച് വിജയിച്ചിട്ട്, ഒരു പേപ്പർ വ്യൂ വിജയിച്ചിട്ട്, അതും നല്ല കിഡിലൻ മൊമെന്റ് തന്നെ എലിമിനേഷൻ ചാമ്പറിൽ തന്നെ കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ ആ ഒരു മൊമെന്റ് കിട്ടുക. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു റാൻഡിയുടെ വിജയം. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു റാൻഡിയുടെ വിജയം. റെസിൽമേനിയ 42 റാൻഡിക്ക് ഒരു വിജയം കൂടി കൊടുത്ത് ചാമ്പ്യൻഷിപ്പ് റാൻഡിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ മൊമെന്റ് ഓഫ് ദി ഇയർ. ഇതിൽ റാൻഡി വില്ലൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡിയെ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോഡിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് റാൻഡി പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് തന്നെ റാൻഡി അതിനൊന്നും തന്നെ മുതിരാതെ വീണ്ടും റിങ്ങിന്റെ ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി റെസിൽമേനിയ സൈനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. കോഡിയുടെ അടുത്ത് പോയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ റാൻഡി ചെയ്തിട്ടില്ല. റാൻഡിയുടെ ഒരു ഹീൽ ടേൺ തന്നെയാണ് ഇവിടെ മണക്കുന്നത്. എന്തായാലും അവസരം മുതലെടുത്തുകൊണ്ടാണ് വൈപ്പർ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദ ബോൾഡ് റാൻഡി ഓർട്ടൺ വിൽ ബി ബാക്ക്.
അടുത്ത സ്മാക്ക് ഡൗണിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. റാൻഡി എന്തായിരിക്കുമെന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതും റാൻഡിയും കോഡിയും ഡ്രൂവും ജേക്കബ് ഫാറ്റും തമ്മിലുള്ള സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും WWE കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും എലിമിനേഷൻ ചാമ്പർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനത്തെ മെൻസ് എലിമിനേഷൻ ചാമ്പർ മാച്ചും കിഡിലനായിരുന്നു, പൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ഷോകളുടെ റിവ്യൂ ആൻഡ് കിഡിലൻ സ്റ്റോറികളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്സ്.